സർക്കാരിനെ വിവിധ വിഷയങ്ങളിൽ വിമർശിച്ച പെരുന്നാൾ നമസ്കാരത്തിനിടെ മുസ്ലിം മതനേതാക്കൾ ക്രിസ്ത്യൻ വിശ്വാസികളും മുസ്ലിം വിശ്വാസികളും സഹവർത്തിത്വത്തോടെ ഒന്നിച്ച് ജീവിക്കുന്നവരാണ് യഥാർത്ഥ കേരള സ്റ്റോറിയെന്ന് KNM സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ പറഞ്ഞു. കേരളത്തിന്റെ മതസൗഹാർദ്ദം വലുതാണ്. അത് തകർക്കാൻ കേരള സ്റ്റോറി പോലെയുള്ള സിനിമകൾ പ്രദർശിപ്പിച്ചിട്ട് കാര്യമില്ല. ജനങ്ങൾ അത് അംഗീകരിക്കില്ല. ലവ് ജിഹാദ് ഇല്ലെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയതാണ്. ജാതിയും മതവുമൊക്കെ നോക്കാതെ പ്രണയമുണ്ടാകും. എന്നാൽ അത് സാമുദായികമല്ലെന്നും ഹുസൈൻ മടവൂർ പറഞ്ഞു. കോഴിക്കോട് ബീച്ചിൽ നടന്ന ഈദ്ഗാഹിലായിരുന്നു ഹുസൈൻ മടവൂരിന്റെ വാക്കുകൾ. നമ്മൾ ദുഃഖത്തിലും സന്തോഷത്തിലും നമ്മൾ ഒന്നാണ്. കേരളത്തിന്റെ ഹിസ്റ്ററി അതാണ്, റിയൽ ഹിസ്റ്ററി. അത് മറച്ചു വെച്ചുകൊണ്ട് എവിടെയെങ്കിലും ആരെങ്കിലും പ്രണയത്തിൽ പെട്ടിട്ടുണ്ട് അല്ലെ, അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഇന്റലിജൻസ് വിഭാഗം നൽകിയ റിപ്പോർട്ട് എന്താണെന്നറിയോ? ദർ ഈസ് ലവ് ബട്ട് നോ ജിഹാദ് എന്നാണ്. അത് ലവ് ജിഹാദ് എന്നൊരു സാധനം ഉണ്ടാക്കിയെടുത്തു. ദർ ഈസ് ലവ്, അത് ശരിയാണ്. അത് ജാതിയും മതവും ഭാഷയൊന്നും നോക്കാതെ, വൻകര പോലും നോക്കാതെ പ്രേമം നടക്കുന്നുണ്ട്. അത് ഓരോരുത്തരും കരുതിക്കൊള്ളുക. ഏതെങ്കിലും കെണി ചെന്ന് ചാടുന്നത് അതൊരു സാമുദായിക വിഷയമല്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. പക്ഷെ ദർ ഇസ് നോ ജിഹാദ്. അതിന്റെ പേരിൽ ഒരു ജിഹാദൊന്നുമില്ല ഇവിടെ. ആരും അതിന് പ്രവർത്തിക്കുന്നില്ല, അതിനാവശ്യവുമില്ല. അങ്ങനെ മതത്തിലേക്ക് ആളുകൾ വരേണ്ടതുമില്ല. ഇതും യഥാർത്ഥത്തിലൂടെ നമ്മുടെ ഹിസ്റ്ററി രേഖപ്പെടുത്തുന്നതിന് ആവശ്യമാണ്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഒരു പെരുന്നാൾ സന്ദേശത്തിനപ്പുറത്തേക്ക് പ്രസംഗം ഗൌരവമായ വിഷയങ്ങളിലേക്ക് കടന്നു. ഹുസൈൻ മടവൂരിന്റെ പ്രസംഗത്തിൽ വിവിധ വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോൾ കേരള സ്റ്റോറിയും പൌരത്വ വിഷയവും ഒക്കെ അദ്ദേഹം സംസാരിച്ചു. കൃത്യമായി നിലപാട് പറയാനും ആ പ്രസംഗം അദ്ദേഹം ഉപയോഗപ്പെടുത്തി. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? തീർച്ചയായും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിൽ സജീവമായി നടക്കുന്ന ഒരു ചർച്ചാ വിഷയം തന്നെ കേരള സ്റ്റോറിയാണ്. നേരത്തെ ഈ ചിത്രം റിലീസ് ചെയ്ത സമയത്ത് തന്നെ കേരളത്തിൽ നിന്നും വലിയ എതിർപ്പുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരുമൊക്കെ ഈ വിഷയത്തെ വിമർശിക്കുകയും ചെയ്തു. കേരളത്തിനെതിരായ ഒരു പ്രൊപ്പഗണ്ട എന്ന രീതിയിലാണ് ഈ സിനിമയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ഉയരുകയും ചെയ്തു. എന്നാൽ വളരെ അടുത്ത സമയത്ത് ദൂരദർശനിൽ ഈ സിനിമ സംപ്രേഷണം ചെയ്യാൻ തീരുമാനിക്കപ്പെടുകയും പിന്നീട് ഇടുക്കി രൂപത ഈ ചിത്രം വിശ്വാസികൾക്കായി പ്രദർശിപ്പിക്കുകയും ചെയ്തു. താമരശ്ശേരി രൂപതയും തലശ്ശേരി രൂപതയും ഒക്കെ ഈ ചിത്രം പ്രദർശിപ്പിക്കുമെന്ന് അറിയിച്ചെങ്കിലും തലശ്ശേരി രൂപത പിന്നീട് ആ നീക്കത്തിൽ നിന്ന് പിന്നാക്കം പോവുകയും ചെയ്തു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് കേരളത്തിൽ എല്ലാവരും ഒരുപോലെ സമാധാനവും സഹവർത്തിത്വവും അന്വേഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. ഈ ദേവാലയങ്ങൾ തമ്മിൽ പോലും പരസ്പരം പങ്കുവെക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു കാലത്ത് അത്തരമൊരു കേരളത്തിന്റെ സ്റ്റോറി യഥാർത്ഥത്തിൽ മതസൗഹാർദ്ദത്തിന്റേതാണ്, പരസ്പരമുള്ള സഹവർത്തിത്വത്തിന്റേതാണ് എന്ന് അദ്ദേഹം പ്രസംഗത്തിൽ പറയുന്നു. ഇവിടെ കേരള സ്റ്റോറി പോലുള്ള സിനിമകൾ ഇത്തരം സാഹോദര്യം തകർക്കാൻ ശ്രമിച്ചാൽ അത് കേരള സമൂഹത്തിൽ വിലപ്പോകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ എല്ലാവരും ഒന്നാണ്, ഒരുപോലെ സഹവർത്തിത്വത്തോടുകൂടി ജീവിക്കുന്നു എന്നതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. ജാതിയും മതവും വൻകരകളും പോലും നോക്കാതെ പ്രണയങ്ങളുണ്ടാവാം, പക്ഷേ അതിന്റെ കെണിയിൽ വീഴാതെ ആളുകൾ സൂക്ഷിക്കുക എന്നതാണ്. മറിച്ച് അതിനൊരു ജിഹാദ് എന്ന പരിവേഷം, അല്ലെങ്കിൽ ലവ് ഉണ്ട് പക്ഷേ ജിഹാദ് ഇല്ല എന്നാണ് അന്വേഷണ സംഘങ്ങൾ പോലും കണ്ടെത്തിയതെന്നും അദ്ദേഹം പറയുകയും ചെയ്യുന്നു. ഒപ്പം തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും പങ്കെടുക്കണം എന്നതിന്റെ ഒരു പ്രാധാന്യവും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. കാരണം വെള്ളിയാഴ്ച ദിനമാണ്, നമസ്കാരത്തിനും മറ്റുമൊക്കെ മുസ്ലിങ്ങൾ പോകേണ്ട ദിനമാണ്. പക്ഷേ ഒരു മനുഷ്യന്റെ സ്വത്തിനും ജീവനും ഭീഷണിയാവുന്ന സമയങ്ങളിൽ ഈ നമസ്കാരം ഒഴിവാക്കാൻ പറ്റുമെന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വോട്ട് ചെയ്യാൻ പോയില്ലെങ്കിൽ അത് ഒരു മനുഷ്യന്റെ അല്ല, ഒരുപാട് മനുഷ്യരുടെ ജീവനും സ്വത്തും അപകടത്തിലാക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് കൃത്യമായും ഈ ആരാധനാ ക്രമങ്ങളൊക്കെ മാറ്റിവെച്ച് പോലും വെള്ളിയാഴ്ച നടക്കുന്ന വോട്ടെടുപ്പിൽ പങ്കെടുക്കണമെന്ന ആഹ്വാനവും അദ്ദേഹം നൽകിയിട്ടുണ്ട്. അനീഷ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയമായി വളരെ പ്രാധാന്യമുള്ള ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കൃത്യമായി ഇത്തരത്തിൽ നിലപാട് ഓരോ വിഷയങ്ങൾ പറയുന്നു. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനം ഉന്നയിക്കുന്നു. അത് വളരെ ഗൌരവത്തോടെ കാണേണ്ട വിഷയമല്ല. ഇതൊരു ചർച്ചയാകില്ല ഇന്ന്? തീർച്ചയായും ഇന്ന് ചർച്ചയാകും. കാരണം ഇന്ന് കോഴിക്കോട്ട് ഈ ഈദ്ഗാഹിൽ അല്ലെങ്കിൽ ഈദ് നമസ്കാരത്തിൽ അതിൽ പങ്കെടുക്കുന്ന ആളുകളെ കാണാൻ കോഴിക്കോട്ടെ സ്ഥാനാർത്ഥികൾ രണ്ടുപേരും എത്തിയിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. MK രാഘവനും എളമരം കരീമും സ്ഥലത്തെത്തുകയും ചെയ്തു. എന്തായാലും രണ്ടുപേരും ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും കേരള സ്റ്റോറിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് വിഭാഗീയത ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇത് അനുവദിക്കാൻ ആവില്ല. സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാവുകയാണ് വേണ്ടത് എന്നാണ്
MK രാഘവൻ പറഞ്ഞത്. വളരെ സന്തോഷത്തോടെ ജനങ്ങൾ ഈ ആഘോഷങ്ങൾ, ചെറിയ പെരുന്നാൾ പോലെയുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന ഇടമാണ്. രാജ്യത്തെ മറ്റിടങ്ങളിൽ ഇതിന് പര്യാപ്തമായ ഒരു സാഹചര്യം ഉണ്ടെന്ന് കരുതാൻ ആവില്ല എന്നും പറയുന്നു. കേരള സ്റ്റോറി കേരള ചരിത്രത്തെ പുച്ഛിക്കുന്നതാണ് എന്നാണ് എളമരം കരീം. RSS അവരുടെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. മറുവശത്ത് ഈ വിഷമാണെന്ന് അറിഞ്ഞിട്ടും വിഷം കഴിക്കുന്ന ആളുകളുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ ചില ആളുകൾ തയ്യാറാവുന്നതെന്നും പറയുന്നു. അതായത് ഈ മത നേതാക്കളായാലും രാഷ്ട്രീയ നേതാക്കളായാലും എല്ലാം വിഷയം കേരള സ്റ്റോറിയിലേക്ക് തന്നെയാണ് എത്തിക്കുന്നത്. കാരണം കൃത്യമായൊരു ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നുവെന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നതാണ്. ഈ ഒന്നോ രണ്ടോ സംഭവങ്ങളിൽ കുരുങ്ങിക്കിടക്കേണ്ടതല്ല കേരളത്തിന്റെ ചരിത്രം, അല്ലെങ്കിൽ കേരളത്തിന്റെ കഥ, കേരളത്തിന്റെ സ്റ്റോറി അങ്ങനെയല്ല എന്ന് തന്നെയാണ് ഈ നേതാക്കൾ ഒന്നടങ്കം പറയുന്നത്. അതുകൊണ്ട് ഇന്നും ഈ പെരുന്നാൾ ദിനത്തിലും ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് ഈ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട സാമുദായിക ധ്രുവീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. അശ്വതി. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ അനീഷ് പറഞ്ഞതുപോലെ MK രാഘവനും എളമരം കരീമും അവിടെ എത്തുകയും പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്തു. ആ സമയത്ത് അവർ കേരള സ്റ്റോറിയെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. രണ്ടുപേരുടെയും പ്രതികരണത്തിലേക്ക്. പ്രത്യേകിച്ച് വിഭാഗീയത ഉണ്ടാക്കാനുള്ള ശക്തമായ ശ്രമങ്ങൾ നടന്നു വരികയാണ്. അതൊരു കേരളത്തിൽ അനുവദിക്കാൻ കഴിയാവുന്ന ഒന്നല്ല. കേരളത്തിന്റെ ഒരു നമ്മുടെ മഹിതമായ പാരമ്പര്യമുണ്ട്, ഒരു മതേതര പാരമ്പര്യമാണ്, സംസ്കാരമാണ്. അപ്പോൾ അത് ഉയർത്തിപ്പിടിക്കേണ്ട ഒരു സന്ദർഭത്തിൽ വിഭാഗീയതയുടെ ഒരു ആഴം വർദ്ധിപ്പിക്കാൻ നടത്തുന്ന ശ്രമം ബോധപൂർവമായ ശ്രമമാണ്. അത് ആ ശ്രമം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. എല്ലാവരും ഒരുമിച്ച് പോകണം. എല്ലാവരും സമാധാനപരമായ അന്തരീക്ഷം നമ്മുടെ രാജ്യത്തുണ്ടാകണം. എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കണം. ഏത് ജാതിയാണെങ്കിലും മതമാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാൻ കഴിയാവുന്ന ഒരു സംരക്ഷണം ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. കേരള സ്റ്റോറി കേരളത്തിന്റെ എല്ലാ ചരിത്രത്തെയും പുച്ഛിക്കുന്നതും വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നതാണ്. അത് നമ്മുടെ മതസൗഹാർദ്ദത്തിനും പരസ്പര ബന്ധങ്ങൾക്കും വിഘാതമുണ്ടാക്കുന്നതാണ്. RSS ആണ് ഇതിന്റെ പിന്നിൽ. ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ കേരളത്തിൽ അവർ പ്രദർശനത്തിന് മുന്നോട്ട് വയ്ക്കുക. ഇതൊന്നും കേരള ജനത അംഗീകരിക്കില്ല. കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്ന സഭാ നിലപാടിനെതിരെ പാളയം ഇമാമും രംഗത്തെത്തി. ഇത്തരം സിനിമകൾ പ്രചരിപ്പിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ എന്നും കള്ളം പ്രചരിപ്പിക്കുന്നവരുടെ ഉപകരണമായി മാറരുതെന്നും അദ്ദേഹം പറഞ്ഞു. സിനിമ പ്രചരിപ്പിക്കുന്നത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ്. ലവ് ജിഹാദ് ഇല്ലെന്ന് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ബഹസ്വരത ഉൾക്കൊള്ളുന്ന സർക്കാരിന് വോട്ട് ചെയ്യണമെന്നും പാളയം ഇമാം പറഞ്ഞു. സമുദായങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് പലയിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുമെല്ലാം അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമാണ് കേരളത്തിൽ വീണ്ടും ചർച്ചയാവുന്ന കേരള സ്റ്റോറി എന്ന് പറയുന്നത്. ഒരു വട്ടം ചർച്ച ചെയ്തതാണ്, വീണ്ടും ആ ചർച്ച ഉയർന്നു വന്നിരിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, പൂർണ്ണമായും വസ്തുതാവിരുദ്ധമായ കാര്യമാണ് ഇത്തരം സിനിമകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതും വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. സഹോദരങ്ങളെ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ ലവ് ജിഹാദില്ലെന്ന് പാർലമെന്റിൽ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. അതിനാൽ ഇത്തരം പ്രചരണങ്ങളിൽ, കുപ്രചരണങ്ങളിൽ വഞ്ചിതരാവാതെ മുന്നോട്ട് പോവാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. ഇത്തരം സിനിമകൾ പ്രചരിപ്പിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, നാം കള്ളം പ്രചരിപ്പിക്കുന്ന ആളുകളുടെ കയ്യിലെ ടൂളായി മാറാൻ പാടില്ല. ഒന്നുകൂടി ആവർത്തിച്ചു പറയുന്നു, നാം കള്ളം പ്രചരിപ്പിക്കുന്ന ആളുകളുടെ കയ്യിലെ ഉപകരണമായി മാറാൻ പാടില്ല. നമുക്കിടയിൽ ഹെയ്റ്റ് പരത്തുന്ന ഒരാവിഷ്കാരവും കലയല്ല. അകറ്റുന്നതാവരുത് കല. പരസ്പരം മടുപ്പിക്കുന്നതും പരസ്പരം സൗഹൃദത്തോടുകൂടി ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നതുമാവണം കല എന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. പൌരത്വ ഭേദഗതി നിയമവും റിയാസ് മൌലവി കൊലപാതക കേസിലെ വിധിയും പാളയം ഇമാം പരാമർശിച്ചു. രാജ്യത്ത് മുസ്ലിം വിരുദ്ധ നടപടികളുമായി ഭരണകൂടം മുന്നോട്ടു പോകുന്നതിന്റെ ഉദാഹരണമാണ് പൌരത്വ ഭേദഗതി നിയമം. റിയാസ് മൌലവി കൊലപാതക കേസിൽ വീഴ്ച പരിഹരിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാകണമെന്നും സർക്കാർ എത്രയും വേഗം അപ്പീൽ പോയത് സ്വാഗതാർഹമാണെന്നും പാളയം ഇമാം പറഞ്ഞു. ഒപ്പം എല്ലാ മലയാളികൾക്കും ആശംസകൾ നേർന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും എത്തിയിരുന്നു. Today is a very happy occasion. We are celebrating Eid after fasting for 1 month. So I hope that this celebration will instill in us a feeling of compassion and consideration for those who live on the margins of the society
and we will take care of them. And I give my best wishes to all the people of Kerala and those who live here and those who live abroad. Thank you very much. വി വിനോദ് ചേരുന്നു. വിനോദ, ഈ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്ന സഭാ നിലപാടിനെതിരെയാണ് പ്രധാനമായും പാളയം ഇമാം സംസാരിച്ചത്. അങ്ങനെയുള്ളവരുടെ ടൂളായി മാറരുത് എന്ന ഒരു മുന്നറിയിപ്പാണ് സഭാ നേതൃത്വത്തിന് പാളയം ഇമാം അത് ആവർത്തിച്ച് അദ്ദേഹം പറയുകയും ചെയ്തു. ഒപ്പം പ്രധാനപ്പെട്ട റിയാസ് മൗലവി വധക്കേസ് അടക്കമുള്ള കാര്യങ്ങൾ, പൗരത്വ ഭേദഗതി നിയമം ഒക്കെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വന്നിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് വിശദമായി അദ്ദേഹത്തിന്റെ പ്രസംഗം പരിശോധിച്ചാൽ ആ നിലപാട് വ്യക്തമാക്കൽ അതെങ്ങനെയായിരുന്നു? അശ്വതി, ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു റംസാൻ സന്ദേശമായിരുന്നു പാളയം ഇമാമിന്റേത്. അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ഈ പലസ്തീൻ ഇസ്രയേൽ വിഷയമായിരുന്നു. അതിൽ പലസ്തീനൊപ്പം നിൽക്കുക എന്നത് മനുഷ്യനൊപ്പം നിൽക്കുന്നതിന് തുല്യമാണ്. ഇസ്രയേലിനൊപ്പം നിൽക്കുക എന്നത് പൈശാചികമാണ്. ശശി തരൂർ MP മുൻനിർത്തിയായിരുന്നു ഇമാമിന്റെ വാക്കുകൾ. കേരള സ്റ്റോറിയുടെ വിഷയത്തിലും അദ്ദേഹം കൃത്യമായ നിലപാട് തന്നെയാണ് പറഞ്ഞത്. ഇത്തരം സിനിമകൾ മനുഷ്യനെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഇത്തരം സിനിമകൾ പ്രദർശിപ്പിക്കുന്നവർ അത് ഓർക്കണം. സാഹോദര്യം ഇല്ലാതാവുകയാണ്. വർഗീയ ശക്തികളുടെ ഉപകരണമായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. അത്തരത്തിൽ തന്നെയാണ് റിയാസ് മൗലവിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യം. അതിൽ കുറ്റവാളികൾ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. നടപടികളിൽ വീഴ്ചയുണ്ടായി, അത് ബോധപൂർവം ആ വീഴ്ചകൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിയണം. അപ്പീൽ പോയത് സ്വാഭാവികമായ കാര്യമാണെന്ന് കൂടി അദ്ദേഹം പറയുന്നു. ഏതായിരുന്നാലും ഈ വോട്ടിന്റെ കാര്യം തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ അദ്ദേഹം വോട്ട് വിനിയോഗിക്കുമ്പോൾ പൗരത്വ ഭേദഗതി ബില്ല് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിയിരുന്നു. മതാധിഷ്ഠിത രാജ്യം അല്ലെങ്കിൽ വർഗീയ ശക്തികൾ ഭരണം എന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാകണം വോട്ടിന്റെ വിനിയോഗം എന്ന കാര്യം കൂടി ഇമാം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. അശ്വതി, ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്.